ഹ്യുണ്ടായി ക്രെറ്റ 2025-ൽ മിഡ് സൈസ് SUV വിപണിയിൽ വീണ്ടും ആധിപത്യം തെളിയിച്ചു. ഒരു വർഷം 2 ലക്ഷം യൂണിറ്റുകൾ വിൽപ്പന നടത്തിയതോടെ മോഡൽ ചരിത്രപരമായ നേട്ടമാണ് കൈവരിച്ചത്. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ലിമിറ്റഡ് മിഡ് സൈസ് SUV വിപണിയിൽ സ്വന്തം ആധിപത്യം വീണ്ടും ഉറപ്പിച്ചു. 2025-ൽ 2 ലക്ഷം യൂണിറ്റുകൾ വിൽക്കാൻ സാധിച്ചതോടെ ക്രെറ്റ ചരിത്രപരമായ നേട്ടം കൈവരിച്ചു. ഈ കണക്കുകൾ പ്രകാരം ശരാശരി പ്രതിദിനം 550 ക്രെറ്റകൾ, അതായത് മണിക്കൂറിൽ ഏകദേശം 23 കാർ ഇന്ത്യയിലെ റോഡുകളിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച SUV എന്ന സ്ഥാനം ക്രെറ്റ നിലനിർത്തിയിരിക്കുകയാണ്. നിലവിൽ മിഡ് സൈസ് SUV വിഭാഗത്തിൽ 34% വിപണി വിഹിതം ക്രെറ്റയ്ക്കുണ്ട്. 2016 മുതൽ 2025 വരെയുള്ള കാലയളവിൽ മോഡൽ 9% വാർഷിക വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തി. ഉപഭോക്താക്കളുടെ താൽപര്യം മാറുന്ന സാഹചര്യത്തിൽ ക്രെറ്റയുടെ വിജയത്തിന് പിന്നിൽ നിരവധി എഞ്ചിൻ ഓപ്ഷനുകളും സൗകര്യങ്ങളുമാണ്. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ, ടർബോ പെട്രോൾ, ഡീസൽ എഞ്ചിനുകൾ, മാനുവൽ, IVT, ടോർക്ക് കൺവെർട്ടർ, DCT ഓട്ടോമാറ്റിക് ഓപ്ഷനുകൾ എന്നിവ ലഭ്യമാണ്. കൂടാതെ ക്രെറ്റ ഇലക്ട്രിക് പതിപ്പും വിപണിയിൽ ലഭ്യമാണ്. ഒരു വർഷത്തിൽ 2 ലക്ഷത്തിലധികം യൂണിറ്റുകൾ വിൽക്കുക എന്നത് അഭിമാനകരമായ നേട്ടമാണെന്ന് ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ഡിസിഗ്നേറ്റ് തരുൺ ഗാർഗ പറഞ്ഞു. വിപണിയിലെ കിയ സെൽറ്റോസ്, മാരുതി വിറ്റാര, സുസൂക്കി ഗ്രാൻഡ് വിറ്റാര എന്നിവയുമായുള്ള കടുത്ത മത്സരത്തിനിടയിലും ക്രെറ്റയുടെ ജനപ്രീതി നിലനിൽക്കുന്നത് വിവിധ എഞ്ചിൻ ഓപ്ഷനുകളും ഉപയോഗ സൗകര്യങ്ങളും കാരണമാണെന്ന് വ്യവസായ വിദഗ്ധരും പറയുന്നു.